ഗോഡ് ഫാദർ അടക്കം നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് കനിക. മോഹൻലാൽ, മുകേഷ് അടക്കമുള്ളവരുടെ നായികയായ കനിക തമിഴിലും തെലുങ്കിലും അടക്കം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. പിന്നീട് സിനിമാ ജീവിതത്തിൽ നിന്നും ഇടവേളയെടുത്തു. കനികയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി ഗ്ലോസിപ്പുകൾ മുമ്പ് പ്രചരിച്ചിരുന്നു. നടി മരിച്ചെന്ന രീതിയിൽ പലതവണ പ്രചാരമുണ്ടായി. ഇപ്പോഴത്തെ കനികയെക്കുറിച്ച് ചില കാര്യങ്ങൾ തന്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. വിയറ്റ്നാം കോളനി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആലപ്പുഴയിൽ വന്നപ്പോഴാണ് താൻ കനികയെ ആദ്യമായി കണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. ഒരു ഗൾഫ് ഷോയ്ക്ക് ക്ഷണിക്കാനായി കനികയുടെ മദ്രാസിലുള്ള വീട്ടിൽ പോയിട്ടുണ്ടെന്നും ആലപ്പി അഷ്റഫ് വ്യക്തമാക്കി. കനികയുടെ മാതാപിതാക്കൾ തമ്മിൽ വേർപിരിഞ്ഞതാണ്. അതിനുശേഷം തള്ള കോഴിക്കുഞ്ഞിനെ ചിറകിനടിയിൽ വെച്ച് കൊണ്ടു നടക്കുന്നത് പോലെയാണ് അമ്മ കൊണ്ടു നടന്നത്. പിതാവ് തട്ടിക്കൊണ്ടു പോകുമെന്ന് കരുതി പലപ്പോഴും സ്കൂളിൽ പോലും പോകാൻ സാധിക്കാത്ത സാഹചര്യം കനകയ്ക്കുണ്ടായി. പിതാവിന്റെ ഉപദ്രവത്തിൽ നിന്നും ഒഴിവായി കിട്ടാനായി വിയറ്റ്നാം കോളനിയുടെ ഷൂട്ടിന്റെ സമയത്ത് ആലപ്പുഴയിലെ ഹോട്ടൽ മുറിയിൽ മന്ത്രവാദിയെ വരുത്തി വലിയൊരു പൂജ നടത്തിയ വിവരം അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ എന്നോട് പറഞ്ഞിരുന്നു. ആ പിതാവിനെ അമ്മയും മകളും അത്രത്തോളം ഭയപ്പെട്ടതായി ആലപ്പി അഷ്റഫ് വ്യക്തമാക്കി. അമ്മയുടെ മരണശേഷം കനിക ഒറ്റപ്പെട്ടു. അവർ മാനസികമായി തകർന്നു. ആ വീട്ടിൽ അവൾ ഏകയായി, ആരോടും മിണ്ടാണ്ടയായി. പല ഷൂട്ടിങ്ങിൽ നിന്നും അവൾ പിൻവാങ്ങി, ചിലർ ഒഴിവാക്കി, വീടടച്ച് ഏകയായി കഴിഞ്ഞു. ആരെയും സഹകരിപ്പിക്കാതെയായി. ചിലരൊക്കെ പറയുന്നത് അമ്മയുടെ ആത്മാവായി സംസാരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു.